എത്ര നാളെന്ന് വെച്ചാണ് ചോർന്നൊലിക്കുന്ന ഔദ്യോഗിക വസതിയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ കഴിയുക? ഒടുവിൽ സർക്കാർ കരിഞ്ഞു. 1,76,00,000 രൂപ മുടക്കി സർക്കാർ ഔദ്യോഗിക വസതി കളക്ടർക്ക് നിർമ്മിച്ചു കൊടുത്തു. ഗൃഹപ്രവേശവും കെങ്കേമമായി നടത്തി. മന്ത്രി വീണ ജോർജ് നാടമുറിച്ച് ഗൃഹപ്രവേശം ഔദ്യോഗികമായി നിർവഹിച്ചു. ഇനി ഔദ്യോഗിക വസതി ചോരില്ല, പുതുപുത്തൻ ബംഗ്ലാവാണ്. മന്ത്രി വീണ ജോർജിന്റെ കമന്റ്. കളക്ടർ ഇപ്പോൾ താമസിക്കുന്ന കെട്ടിടത്തിൽ തന്നെ കളക്ടറുടെ 1-2 റൂം ഒഴിച്ച് ചോർച്ചയുള്ള സാഹചര്യമുണ്ട്. വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ കളക്ടർ താമസിക്കുന്ന ഇടത്തും ഇതേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ക്യാമ്പ് ഓഫീസ്, അത്യാവശ്യം ഔദ്യോഗിക കാര്യങ്ങൾ, ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു നല്ല സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നു. അത് സാക്ഷാത്കരിച്ചു. 3 പതിറ്റാണ്ടിലധികമായി മാറി മാറി വന്ന ജില്ലാ കളക്ടർമാർ വാടക കെട്ടിടമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചിരുന്നത്. സ്വന്തമായി ഒരു ക്യാമ്പ് ഓഫീസ് ഇല്ല എന്ന വിഷമം ഏതായാലും മാറിക്കിട്ടിയെന്ന് കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. ഒരു ചെറിയ കാലതാമസം ഉണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം. അപ്പം ഇപ്പോൾ ഒരു നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ 14 ജില്ലകളിൽ ഒരു സ്വന്തമായി ഒരു ക്യാമ്പ് ഓഫീസ് ഇല്ലാത്തൊരു കളക്ടർ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇന്നത് സാധിച്ചു. അത് എൻ്റെ ഒരു പീരീഡിൽ തന്നെ സാധിക്കാൻ, അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. 2 നിലകളിലായാണ് ഔദ്യോഗിക വസതി നിർമ്മിച്ചിരിക്കുന്നത്. സന്ദർശകർക്കായി പ്രത്യേക മുറിയുണ്ട്. സമ്മേളന ഹാളും വീട്ടിൽ തയ്യാർ. പേഴ്സണൽ സ്റ്റാഫിനും സുരക്ഷാ ജീവനക്കാർക്കും പ്രത്യേകം മുറികളുണ്ട്. കളക്ടർ അയൽവാസിയായി എത്തിയതോടെ അയൽപ്പക്കക്കാർക്കും വലിയ സന്തോഷം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം കളക്ടർ വന്ന് കയറിയപ്പോൾ നമുക്ക് അങ്ങനെ പഴയതുപോലെ കയറാനും ഇറങ്ങാനും പറ്റത്തില്ലല്ലോ. എന്നാലും നമുക്ക് ധൈര്യമുണ്ട്. സുരക്ഷിത പോലായി. ഇപ്പം പിന്നെ നമ്മുടെ ഈ ഭാഗങ്ങളും ക്ലിയറായി വൃത്തിയായിട്ട് കിടക്കും. നമുക്ക് എപ്പോഴും ഒരു അനക്കവും കാര്യങ്ങളും ഉണ്ടല്ലോ. പത്തനംതിട്ട ജില്ല രൂപീകരിച്ച് 42 വർഷമായെങ്കിലും ഇപ്പോൾ മാത്രമാണ് കളക്ടർക്ക് സ്വന്തമായി ഔദ്യോഗിക വസതി സർക്കാർ നിർമ്മിച്ചു നൽകിയത്. പൊതുമരാമത്ത് വിഭാഗമാണ് കെട്ടിടം നിർമ്മിച്ചത്. കളക്ടർ പ്രദേശത്ത് താമസമാക്കിയതോടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ കൂടി കടന്നു പോകുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അധികൃതർ ഉടൻ അടിപൊളിയാക്കും എന്ന പ്രതീക്ഷയിൽ കൂടിയാണ് നാട്ടുകാർ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.